ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രതിപാദന വിഷയം ഈ ഒരു പർട്ടിക്കുലർ ബുക്കിന്റെ അവലോകനമാണ്. ആ ബുക്കിന്റെ അവലോകനം മാത്രമല്ല, അതിന്റെ ടൈറ്റിലും അതിന്റെ കണ്ടന്റിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രതിപാദനവും കൂടി ഉണ്ടാവും. അവലോകനം മാത്രമല്ല, പ്രതിപാദനവും കൂടി ഉണ്ടാവും. അപ്പൊ ഈ ബുക്കിന്റെ പേര് ഡാറ്റ അനാലിസിസ് എന്നാണ്. ഓക്കെ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ ബുക്കാണ്. അപ്പോ അതിന്റെ ഓതറിന്റെ പേര് ഡാറ്റ അനാലിസിസ് എ ജെന്റിൽ ഇൻട്രൊഡക്ഷൻ ടു ഫ്യൂച്ചർ ഡാറ്റ സയന്റിസ്റ്റ് എന്നാണ്. ഗ്രഹാം അപ്ടനും ഡാൻ ബ്രൗൺ, നോട്ട് ഡാൻ ബ്രൗൺ, ഡാൻ ബ്രൗൺ, BRAWN ആണ്. ഡാൻ ബ്രൗൺ എന്ന് പറഞ്ഞ് ഇപ്പൊ ഡാവിഞ്ചി കോഡ്, മറ്റേ ലോസ്റ്റ് സിമ്പിൾ അങ്ങനത്തെ ബുക്ക് എഴുതിയിട്ടുള്ള ഒരു ഫേമസ് നോവലിസ്റ്റ് ഉണ്ട്. പിന്നെ ഗ്രഹാം അപ്ടൺ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഈ റാസ്ബെറി പൈ ഉണ്ടാക്കിയ ആളുടെ പേര് എബൻ അപ്ടൺ എന്നാണ്. ഓക്കെ, ടൈറ്റിൽ ഭയങ്കര ഇതാണ്. ഇപ്പൊ ഇത് എൻ്റെ വൈഫ് വാങ്ങിച്ച ബുക്കാണ്. ഈ അവരുടെ സാറായിരുന്നു. ഷീ സ്റ്റഡീഡ് അപ്ലൈഡ് ഡാറ്റ സയൻസ് ഹിയർ. അവരുടെ സാറിന്റെ പേരാണ് ഡാൻ ബ്രൗൺ. ഓക്കെ, അപ്പോ ദിസ് എ വെൽ റിട്ടൺ ബുക്ക്. കാരണം അപ്പൊ ഇദ്ദേഹം ക്ലാസ് എടുത്തപ്പോ ശരിക്കും ക്ലാസ്സിലിരുന്ന സ്റ്റുഡൻസിനൊന്നും മുഴുവൻ മനസ്സിലായില്ല എന്നാ പറയുന്നത്. പക്ഷെ അതിന്റെ കാരണം ഈ പുസ്തകം വായിച്ചാൽ അറിയാൻ പറ്റും. കാരണം ദിസ് ഈസ് എ വെൽ റിട്ടൺ ബുക്ക്. Maybe compared to other professors, okay, he was more rigorous എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ കാര്യം ഈ ബുക്ക് ഇതൊരു ഡാറ്റ സയന്റിസ്റ്റുകൾക്ക് വേണ്ടിയാണ് എഴുതിയേക്കണമെങ്കിൽ ഇപ്പൊ ഡാറ്റ അനാലിസിസിന്റെ ബുക്കാണോ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബുക്കാണോ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് മോർ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്സ് ബുക്ക്. അതായത് ഈ നംപൈ, സ്കൈപൈ അങ്ങനത്തെ ടൂൾ കിറ്റ് വെച്ചിട്ട് എന്താ പറയാ, ഈ ഒരു കാര്യം പഠിക്കുന്ന ആൾക്കാർക്ക് അതിലും ബെറ്റർ എന്തായിരിക്കും, ഇപ്പോ ഈ ഇങ്ങനത്തെ ഒരു പുസ്തകം എയ്ഡായിട്ട് വെച്ചുകൊണ്ട് പഠിക്കുന്നതായിരിക്കും ബുക്ക്. അപ്പോൾ ഇതിന്റെ സബ് ടൈറ്റിൽ എ ജെന്റൽ ഇൻട്രൊഡക്ഷൻ ടു ഫ്യൂച്ചർ ഡാറ്റ സയന്റിസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ബുക്കിന്റെ ഈ ബുക്കിനെ കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ അനാലിസിസ് എന്നുള്ള ഒരു വേർഡിനെ കുറിച്ച് നമ്മൾ പഠിക്കാം. അപ്പോ അവൻ അനലിറ്റിക്കൽ ആണ്, അല്ലെങ്കിൽ ഈ അനാലിസിസിന് കൂടുതൽ ഊന്നൽ നമ്മുടെ ഡെയിലി കൺവെർസേഷനിൽ വരാറുണ്ട്. അപ്പൊ അനാലിസിസ് എന്ന് പറയുമ്പോൾ അനാലിസിസ് സിന്തസിസ് മോഡൽ ഓഫ് തിങ്കിങ് എന്നാണ് അതിനെ പറയേണ്ടത്. അപ്പൊ ബേസിക്കലി ഈ ഒരു എന്താ പറയുക, വെസ്റ്റേൺ ഫിലോസഫി പോയിന്റ് ഓഫ് വ്യൂല് മലയാളത്തിലെ അനാലിസിസിന്റെ അർത്ഥം അപഗ്രഥനം എന്നാണ്. ഓക്കെ, എന്ന സ്ഥാനത്ത് ഒരു വെസ്റ്റേൺ ഫിലോസഫിക്കൽ ടേംസിൽ അനാലിസിസ് സിന്തസിസ് മോഡൽ ഓഫ് തിങ്കിങ് കൊണ്ടുവന്നത് റെനെ ഡെക്കാർട്ടെയാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് റാഷണലിസം. നമ്മൾ ഫിലോസഫി പറയുമ്പോൾ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ലെവലിൽ രണ്ടുതരം ആൾക്കാരുള്ളത്. ഒന്ന് എംപെരിസിസ്റ്റുകൾ, മറ്റേത് റാഷണലിസ്റ്റുകൾ. അപ്പൊ എംപെരിസിസ്റ്റുകളുടെ മോസ്റ്റ് ബ്രിട്ടീഷ് ഫിലോസഫേഴ്സ്, ഇപ്പൊ ജോൺ ലോക്ക്, അവരൊക്കെ എംപെരിസിസ്റ്റുകളാണ്. ഇന്ന സ്ഥാനത്ത് ഫ്രഞ്ച് ഫിലോസഫേഴ്സ് മോസ്റ്റ്ലി റാഷണലിസ്റ്റുകളാണ്. ആൻഡ് ജർമൻസ് ഫോൾ ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അപ്പോൾ ഈ അനാലിസിസ് സിന്തസിസ് മോഡൽ ഓഫ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനെ ഡീകമ്പോസ് ചെയ്യുക ടു എ സ്റ്റേജ് വെയർ ഫർദർ ഡികമ്പോസിഷൻ ഈസ് നോട്ട് feasible, or okay, you have reached the level of granularity where you can actually pay attention to the parts and solve it. And once parts solve ചെയ്ത് അതിനെ സിന്തസൈസ് ചെയ്ത് തിരിച്ച് എന്താ പറയാ, സിന്തസൈസ് ചെയ്യുന്നതിനെയാണ്, അതായത് സൊല്യൂഷൻ സിന്തസൈസ് ചെയ്യുന്നതിനാണ് അനാലിസിസ് സിന്തസിസ് മോഡൽ ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മള് പാർട്സ് ബ്രേക്ക് ചെയ്ത് സിന്തസിസ് ചെയ്യുമ്പോൾ അവിടെ ഒരു അസംഷൻ ഉണ്ട്. അതായത് എനി പാർട്ട് ഹോൾ ഹയറാർക്കിക്ക് ഒരു അസംഷൻ എന്താന്ന് വെച്ചാൽ സം ഓഫ് ദി പാർട്സ് ഈസ് ഈക്വൽ ടു ഹോൾ. അപ്പോ സംടൈംസ് സം ഓഫ് ദി പാർട്സ് ഈസ് മോർ ദാൻ ദ ഹോൾ എന്ന് പറയും. കാരണം ഈ മോർ ദാൻ ദ ഹോളിന് വരുമ്പോൾ അവിടെ എമർജൻസ് ഉണ്ടെന്ന് അർത്ഥം. അപ്പോ ആ എമർജൻസ് വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വേരിയബിൾസ് തമ്മിൽ അല്ലെങ്കിൽ പാർട്സ് തമ്മിൽ ഇന്റർഡിപെൻഡൻസ് ഉള്ളത് കൊണ്ടാണ്. നമ്മള് ഒരു സിസ്റ്റത്തെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ അതിന്റെ സബ് സിസ്റ്റംസ് തമ്മിൽ ഒരു ഡോക്യുമെന്റഡ് ലെവലിലുള്ള ഡിപ്പെൻഡൻസേ പാടുള്ളൂ. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് ലെവലിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ മെഷീൻസ് ഒക്കെ കണ്ടിട്ടുണ്ടോ, നമ്മളെല്ലാം കണ്ടെയ്നറിലും ക്യാവിറ്റീസിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതായത് തിങ്സ് വിൽ ബി മോഡുലാർ. എന്നിട്ട്
ഈ മദർ ബോർഡിലാണ് നമ്മളിപ്പോ കമ്പ്യൂട്ടർ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ലേ ഔട്ട് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും അത് ചെയ്യുന്നത് എന്താ വെച്ചാല് ഈ പാർട്സ് തമ്മിൽ ഡിപ്പെൻഡൻസ് കുറയ്ക്കുക. ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ അതൊരു ആ സിസ്റ്റത്തിന്റെ എൻഡോജീനിയസ് വേരിയബിൾ ആയിരിക്കണം. കാരണം ദാറ്റ് ഷുഡ് ബി പാർട്ട് ഓഫ് ദി എന്താ പറയാ സിസ്റ്റം. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ കൂളന്റ് കൊണ്ട് വെക്കണം. അങ്ങനെ തെർമൽ സൗണ്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ വെക്കണം. അപ്പൊ അങ്ങനെയാണ് ഈ എന്താ പറയാ നോൺ ലീനിയാരിറ്റി എന്താ പറയാ ഹാൻഡിൽ ചെയ്യുന്നത്. ഏത് ഈ അനാലിസിസ് സിന്തസിസ് മോഡലിൽ എമർജൻസി വരികയാണെങ്കിൽ. അപ്പോ ഐഡിയലി സ്പീക്കിംഗ് ആ എമർജൻസി വരാൻ പാടില്ല. അതായത് ഈ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ സിഗ്നൽസിന്റെ എമാനേഷൻ മോഡുലാറാക്കി അതാത് സബ്സിസ്റ്റത്തിന്റെ അവിടെ കൺട്രോൾ ചെയ്തിട്ട് ഇന്റർഫേസ് ലെവലില് എന്താ പറയാ ഒരു ലീനിയാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏത് സിസ്റ്റവും നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോ ഈ വെസ്റ്റേൺ സയൻസ് ഇത്രയും പുരോഗമിക്കാൻ കാരണം അവരുടെ എന്താ പറയാ ഈ റിഡക്ഷനിസ്റ്റിക് അസംഷനാണ്. അപ്പൊ റിഡക്ഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എമർജൻസ് ഒരു എന്താ പറയാ മോഡൽ ചെയ്യാറുണ്ട് അവര്. പക്ഷെ എങ്കിലും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദർ അസംഷൻ ഈസ് ദാറ്റ് മോസ്റ്റ് സിസ്റ്റംസ് ആർ ലീനിയർ. അപ്പൊ എന്താ പറയാ നോൺ ലീനിയാരിറ്റി ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അനാലിസിസ് സിന്തസിസ് എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതിന് ഇപ്പൊ നമുക്ക് എമർജൻസി ഉള്ള സിസ്റ്റം മോഡൽ ചെയ്യാൻ വേണ്ടി അനലിറ്റിക്കൽ തിങ്കിങ്ങിനേക്കാൾ നല്ലത് സിസ്റ്റംസ് തിങ്കിങ് ആണ്. അതായത് ഹോളിസ്റ്റിക് തിങ്കിങ് എന്ന് പറയും, അല്ലെങ്കിൽ സമഗ്രതാവാദമാണ് നല്ലത്. ഒരു ലഘൂകരണവാദം അല്ലെങ്കിൽ റിഡക്ഷനിസം അല്ല അവിടെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും മോസ്റ്റ് systems are simulated and they are never modeled mathematically. അപ്പോ ലീനിയർ സിസ്റ്റംസ് ആണ് പൊതുവെ മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യണേ. മറ്റേ നോൺ ലീനിയറിറ്റി സിസ്റ്റത്തിലുണ്ടെങ്കിൽ അത് പൊതുവെ സിമുലേറ്റ് ചെയ്യാണ് ചെയ്യാറ്. കാരണം മാത്തമാറ്റിക്സ് ഈസ് ലൗസി അറ്റ് ഹാൻഡ്ലിങ് നോൺ ലീനിയാരിറ്റി. ഇനിയിപ്പോ മിക്ക സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറിലും സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലീനിയാരിറ്റി അസംഷൻ ഉണ്ട്. ഈവൻ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനിൽ പോലും രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ആണെങ്കിൽ അത് ഓരോന്നും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് റെസ്പോൺസ് വേരിയബിളിനെ അഫക്ട് ചെയ്യുക എന്നുള്ളൊരു അസംഷൻ ഉണ്ട്. അങ്ങനെ അല്ലാത്ത സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടേഷണലി ട്രാക്റ്റബിൾ ഒന്നുമല്ല. ഇപ്പൊ ബേസിയൻ മോഡൽസ് ഇൻ മെഷീൻ ലേണിംഗ് ഇന്റർഡിപെൻഡൻസ് കറക്റ്റ് ആയിട്ട് മോഡൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നെയിം ബേസ് ഒക്കെ ഇതാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ബുക്കിന്റെ കണ്ടന്റിലോട്ട് കിടക്കാം. അപ്പൊ ഈ ബുക്കിന് 10 ചാപ്റ്റർ ആണുള്ളത്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് സ്റ്റെപ്സ് ആണ്. അതിപ്പോ ആദ്യം തന്നെ ടൈപ്സ് ഓഫ് ഡാറ്റ, സാമ്പിൾ പോപ്പുലേഷൻ, മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് പോപ്പുലേഷൻ ഒക്കെയാണ് ആദ്യം പറയുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് ബുക്ക് എടുത്തു നോക്കിയാലും അതിൽ 4 ടൈപ്സ് ഓഫ് ഡാറ്റ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. നോമിനൽ, ഓർഡിനൽ, റേഷ്യോ ആൻഡ് ഇന്റർവെൽ. അപ്പൊ റേഷ്യോ ഇന്റർവെല്ലിന് നമുക്ക് ഒരുമിച്ച് ന്യൂമറിക് ഡാറ്റ എന്ന് പറയാം. ആ റേഷ്യോ ഇന്റർവെല്ലിൽ തന്നെ കണ്ടിന്യൂസും ഉണ്ട്, ഡിസ്ക്രീറ്റും ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഫസ്റ്റ് ഇത് ചെയ്യുന്നത്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ ആണ്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇപ്പൊ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഈസ് അപ്രോക്സിമേറ്റ്ലി 140 crore ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഏതെങ്കിലും ഒരു ട്രേറ്റ് 1 minute, ഓക്കെ, ഏതെങ്കിലും ഒരു ട്രേറ്റ് നമുക്ക് അളക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1,40,000 പേരുടെ സെൻസസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് റാൻഡമായിട്ട് പല സ്ഥലത്ത് പോയി സാമ്പിൾ എടുത്തിട്ട് ആ സാമ്പിളിൽ നിന്ന് നമ്മൾ മറ്റേ എന്താ പറയാ പോപ്പുലേഷനോട്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യണേ. നമ്മൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് പൊതുവെ എന്നാലും നമുക്ക് എക്കണോമിക്കലായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ അപ്പോ പിന്നെ അതില് സാമ്പിളിങ്ങിന് തന്നെ പല മെത്തേഡ് ഉണ്ട്. ഇപ്പൊ ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉണ്ട്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഉണ്ട്, പിന്നെ എന്താ പറയാ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്. അങ്ങനെ ഒരു 10-15 സാമ്പിളിംഗ് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഒരു വാമപ്പ് ചാപ്റ്റർ ആണെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടാമത്തത് അവര് ടൈറ്റിൽ ഇട്ടേക്കണത് സമ്മറൈസിങ് ഡാറ്റ എന്നാണ്. പക്ഷെ അത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതില്
അവർ മെഷേഴ്സ് ഓഫ് ലൊക്കേഷൻ എന്നാണ് അവർ പറയുന്നത്, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ഗുരുത്വം, അതാണ് അതിന്റെ കാര്യം. അപ്പൊ അതിലൊരു മീൻ മോഡ് മീൻ, പിന്നെ എന്താ പറയാ ട്രിംഡ് മീൻ, എന്താ പറയാ മീഡിയൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മെഷേഴ്സ് ഓഫ് സ്പ്രെഡ് ആണ്, അതായത് സെൻട്രൽ ടെൻഡൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷർ ഓഫ് ഡിസ്പെർഷൻ അഥവാ സ്പ്രെഡ്. അപ്പൊ അവിടെ സ്റ്റാൻഡേർഡ് റേഞ്ച്, പിന്നെ ഇന്റർക്വാർട്ടൽ റേഞ്ച്, അതൊക്കെയാണ് അവിടെ ബേസിക്കലി ആ ചാപ്റ്റർ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കവർ ചെയ്യുന്നുണ്ട്. സമ്മറൈസിങ് ഡാറ്റ എന്നുള്ളത് മോസ്റ്റ്ലി അബൌട്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നിങ്ങളിപ്പോൾ ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് ബുക്ക് എടുത്താലും ഫസ്റ്റ് തന്നെ അവിടെ ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്റർ ഉണ്ടാവും, വിച്ച് ആക്ച്വലി പുട്സ് തിങ്സ് ഇൻ പെർസ്പെക്റ്റീവ്. സെക്കൻഡ് ചാപ്റ്റർ മിക്കവാറും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും. അപ്പൊ തേർഡ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് പോണേക്കാൾ മുമ്പ് അവർ പൊതുവെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഡീൽ ചെയ്യും. അതായത് ഒരു പ്രോബബിലിറ്റി ഇപ്പൊ ഈ പറയുന്നത് നല്ലൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ റീസണിങ്ങിന് പ്രോബബിലിറ്റിയിൽ അത്ര വലിയ എക്സ്പെർട്ട് ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് സർട്ടൻ നോഷൻസ് അബൌട്ട് പ്രോബബിലിറ്റി. അപ്പൊ പ്രോബബിലിറ്റി തന്നെ ഫ്രീക്വന്റിസ്റ്റ് അപ്രോച്ച് ഉണ്ട്, പിന്നെ ബയേസിയൻ അപ്രോച്ച് ഉണ്ട്, കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉണ്ട്, പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എല്ലാവരുടെയും കിറ്റിൽ വേണം. അപ്പൊ പ്രോബബിലിറ്റിയെ കുറിച്ചിട്ടാണ് മറ്റേ എന്താ പറയാ തേർഡ് ചാപ്റ്റർ ഇത് ചെയ്യുന്നത്. ബേസ് തിയറത്തെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ നാലാമത്തത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ അടുത്ത് 5 നമ്പറിന്റെ ആവറേജ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 നമ്പർ സം ചെയ്തിട്ട് നമ്മൾ അതിന്റെ 5 വെച്ച് ഡിവൈഡ് ചെയ്യും. പക്ഷെ അവിടെ ഒരു അസംഷൻ നമ്മൾ എടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്നും ഇക്ക് പ്രോബബിൾ ആണെന്നൊരു അസംഷൻ എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ 1/5 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുന്നത് ഓരോ വാല്യൂനെ 1/5 വെച്ച് ഡിവൈഡ് ചെയ്യണ മാതിരിയാണ്. 1/5 ഈസ് ആക്ച്വലി ട്രീറ്റഡ് ആസ് എ പ്രോബബിലിറ്റി. ശരിക്കും പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ജനറലൈസ് മെഷറിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള വേർഷൻ ആണ് ഈ പറയുന്ന സാധനം. അപ്പൊ അതില് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ സാമ്പിളും പോപ്പുലേഷനും തമ്മിലുള്ള ബന്ധം, പിന്നെ എന്താ പറയാ ഈ കമ്പൈനിങ് മീൻസ് ആൻഡ് വേരിയൻസസ്, ഡിസ്ക്രീറ്റ്, അതിൽ തന്നെ നമ്മളിപ്പോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, മറ്റേ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നമ്മൾ എപ്പോഴൊക്കെ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്നത് നമ്മൾ സിഗ്മ ആയിരിക്കും ഉപയോഗിക്കുക, കണ്ടിന്യൂസ് ആണെങ്കിൽ ഇന്റഗ്രൽ ഉപയോഗിക്കുക. അപ്പൊ അത് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ഒരു ആമുഖമാണെങ്കിൽ സെക്കൻഡ് പ്രോബബിലിറ്റി, സെക്കൻഡ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, തേർഡ് പ്രോബബിലിറ്റി, ഫോർത്ത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനിയിപ്പോ നെക്സ്റ്റ് അവർ ശരിക്കും പറഞ്ഞാല് ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റിയും ബിഹൈൻഡ് യുവർ നിങ്ങളുടെ കിറ്റിൽ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് പഠിക്കേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേഷൻ ആൻഡ് കോൺഫിഡൻസ് ആണ്. ഇപ്പോ 2 തരം എസ്റ്റിമേഷൻ ഉണ്ട്. പോയിന്റ് എസ്റ്റിമേഷൻ ഉണ്ട്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു അസംഷൻ ഉണ്ട്. ഈ എസ്റ്റിമേഷൻ ആൻഡ് കോൺഫിഡൻസ് മോസ്റ്റ്ലി പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിലാണ് അത് ഉപയോഗിക്കുന്നത്. പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 4 ഡാറ്റ ടൈപ്പില് മറ്റേ ഇന്റർവെൽ ആൻഡ് റേഷ്യോ ഡാറ്റയുമ്പോ അതിൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. പാരാമീറ്റേഴ്സ് ക്യാൻ ബി മീൻ, മീഡിയൻ, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, ഇതാണ് പാരാമീറ്റേഴ്സ്. അപ്പോ ഈ അസംഷൻ എന്താന്ന് വെച്ചാൽ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പറയണെന്ന് വെച്ചാൽ ആസ് ദ നമ്പർ ഓഫ് സാമ്പിൾസ് ഇൻക്രീസ്, സാമ്പിൾ mean will tend to be sample parameter will be tending towards എന്താ പറയാ പോപ്പുലേഷൻ പാരാമീറ്റർ. അതാണ് എസ്റ്റിമേഷന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അതായത് ഇപ്പൊ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അറിയുന്ന മാതിരി തന്നെയാണ് സെൻട്രൽ ലിമിറ്റ് തിയറം. അത് ഈ pretty much most of the inferential statistics ഇതിന്റെ ഒരു റീസൺ സെൻട്രൽ ലിമിറ്റ് തിയറം കൂടിയാണ്. സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന പ്രതിഭാസത്തിന്റെ അല്ലെങ്കിൽ ഫിനോമിനയുടെ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ ഏതുമായിക്കോട്ടെ, ഇവൻച്വലി അതിന്റെ സാമ്പിൾസിന്റെ ആവറേജിന്റെ പ്ലോട്ട് വിൽ ബി അപ്രോക്സിമേറ്റിംഗ് ടുവേർഡ്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അങ്ങനെ അതൊരു സർപ്രൈസിങ് കോയിൻസിഡൻസ് ആണ്. അപ്പൊ സെൻട്രൽ ലിമിറ്റ് തിയറവും ലോ ഓഫ് ലാർജ് നമ്പേഴ്സും ആണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പില്ലർ. ഓക്കെ, അപ്പൊ ഇനി വൺസ് നിങ്ങൾ ഇപ്പൊ എന്താ പറയാ എസ്റ്റിമേഷൻ എന്താ പറയാ പ്രോബബിലിറ്റി പഠിച്ചു, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു, അതില് എസ്റ്റിമേഷൻ തന്നെ പോയിന്റ് എസ്റ്റിമേഷൻ ഉണ്ട്, ഇന്റർവൽ എസ്റ്റിമേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാ ഈ എസ്റ്റിമേഷനെ ബാധിക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് മീൻ, പിന്നെ നമ്പർ ഓഫ് സാമ്പിൾസ്, പിന്നെ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ പോപ്പുലേഷനിൽ സ്പ്രെഡ് കൂടുതലാണെങ്കിൽ
എസ്റ്റിമേഷന്റെ ഇന്നാക്യുറസി കുറയാനും, അതേമാതിരി സാമ്പിൾ കുറഞ്ഞാൽ ആക്യുറസി കുറയും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് എസ്റ്റിമേഷനിൽ ചെയ്യുന്നത്. അപ്പൊ പോയിന്റ് എസ്റ്റിമേഷൻ ഉണ്ട്, ഇന്റർവൽ എസ്റ്റിമേഷൻ ഉണ്ട്. നെക്സ്റ്റ് ഒരു ചാപ്റ്റർ 6 അവർ പറയുന്നത് മോഡൽസ്, പി വാല്യൂസ് ആൻഡ് ഹൈപ്പോത്തസിസ് ആണ്. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. അതായത് ഇപ്പോ ഈ നൾ ഹൈപ്പോത്തസിസ് എന്താണ്, ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്താണ്, നൾ ഹൈപ്പോത്തസിസ് എപ്പോഴൊക്കെ റിജക്ട് ചെയ്യാം, എപ്പോഴാണ് നമ്മൾ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് തിരഞ്ഞെടുക്കേണ്ടത്, പി വാല്യൂ എന്താണ്, കോൺഫിഡൻസ് ഇന്റർവെൽ എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള, അതായത് ഒരു ഇപ്പോ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ, ഡ്രഗ് ടെസ്റ്റിംഗ്, ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിന്റെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ 7 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവര് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട്, അതായത് നോമിനൽ ആൻഡ് ഓർഡിനൽ ഡാറ്റയുമുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. കമ്പയറിംഗ് പ്രൊപ്പോർഷൻ ആണ് ഈ ബുക്ക് ഇതിലെ കാര്യം. ഓഡ്സ് എന്താണ്, ഓഡ്സ് റേഷ്യോ എന്താണ്, പിന്നെ എന്താ പറയാ ഈ RC ടേബിള്, അപ്പൊ അങ്ങനത്തെ എന്താ പറയാ കൈ സ്ക്വയർ ടെസ്റ്റ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരും. അപ്പൊ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ പൊതുവെ വരുന്നത് എസ്റ്റിമേഷൻ ആൻഡ് കോൺഫിഡൻസും മറ്റേ പി വാല്യൂ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഒക്കെയാണ്. നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ ലോക്കൽ മോഡൽസ് എന്ന് പറയും. മെഷീൻ ലേണിംഗിലൊക്കെ ഇപ്പൊ ബയേസിയൻ മോഡൽസും അങ്ങനത്തെ എന്താ പറയാ ബേസിയൻ നോൺ പാരാമെട്രിക്സ് എന്ന് പറഞ്ഞ ബുക്സ് ഒക്കെ കാണാം. അപ്പൊ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ, അതായത് ചാപ്റ്റർ 8 അവർ പറയുന്നത് റിലേഷൻസ് ബിറ്റ്വീൻ 2 കണ്ടിന്യൂസ് വേരിയബിൾസ് എന്നാണ്. അപ്പോ അതില് ഇപ്പൊ ടു കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് വരുമ്പോ അവിടെ കോവേരിയൻസ്, കോറിലേഷൻ, അല്ലെങ്കിൽ മെഷർ ഓഫ് അസോസിയേഷൻ എന്ന് പറയും, റിഗ്രഷൻ, അതാണ് അവിടുത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ മെയിൻ പ്രതിപാദന വിഷയം. അപ്പോ ഈ എന്താ പറയാ അവിടെ ഔട്ട്ലയർ ഡിറ്റക്ഷൻ, ഇതിനെ കുറിച്ചൊക്കെ ഈ ഇതില് ഒരു, അത് മാത്രമല്ല റിഗ്രഷനെ കുറിച്ച് വൈ വി ഷുഡ് യൂസ് റിഗ്രഷൻ, അതായത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ പറയുന്നത് കേട്ടോ, അതായത് ഒരു വേരിയബിളിന്റെ റിഗ്രഷൻ. അപ്പോ ഈ ബുക്കിന്റെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി കവർ ചെയ്യുന്നുണ്ട്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കവർ ചെയ്യുന്നുണ്ട്, പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എസ്റ്റിമേഷൻ, പിന്നെ മോഡൽസിനെ കുറിച്ച് കവർ ചെയ്യുന്നുണ്ട്, പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻസിനെ കുറിച്ച് പറയുന്നത്, അത് നോൺ പാരാമെട്രിക്സിന്റെ കേസിലാണ്. പിന്നെ എന്താ വെച്ചാൽ റിലേഷൻ ബിറ്റ്വീൻ 2 കണ്ടിന്യൂസ് വേരിയബിൾസ്, അതായത് ഈ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. ഇപ്പോൾ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് എന്താ പറയാ ഒരു പോയിന്റ് ക്ലൗഡ് ഉണ്ടെങ്കിൽ അതിലോട്ടൊരു ലൈൻ ഫിറ്റ് ചെയ്യുക, അത് ലീനിയർ റിഗ്രഷൻ ആണ്. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ പോളിനോമിയൽ റിഗ്രഷൻ ഒക്കെ പറ്റും. പോളിനോമിയൽ റിഗ്രഷന്റെ പവർ കൂടി നമ്മൾ ഡാറ്റ ക്ലൗഡിനെ അപ്രോക്സിമേറ്റ് ചെയ്താലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഓവർ ഫിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഓവർ ഫിറ്റ് ചെയ്യാന്ന്. അപ്പൊ അങ്ങനത്തെയൊക്കെ കുറെ ഇഷ്യൂ ഉണ്ട്, അറ്റ്ലീസ്റ്റ് വെൻ ഇറ്റ് കംസ് ടു മെഷീൻ ലേണിംഗ്. പിന്നെ സെവറൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആണ്, അതായത് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കവർ ചെയ്യുന്നത്. അവിടെ ക്രോസ് വാലിഡേഷൻ, അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ, അതായത് ചാപ്റ്റർ 9, അതായത് സെവറൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾ, മോഡൽ സെലക്ഷൻ, കോലീനിയാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെക്ടേഴ്സ് കോലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവർലാപ്പ് വരുന്നതിനാണ്. ഒരു വെക്ടറിന്റെ മുകളിൽ അതേ വെക്ടർ, അതായത് ആംഗിൾ 0 വരുമ്പോഴാണ് പെർഫെക്റ്റ് കോലീനിയർ തന്നെ. പക്ഷെ ഡിഗ്രി ഓഫ് കോലീനിയാരിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് അപ്പൊ ഈ അങ്ങനത്തെ ഒരു ഫീച്ചർ വെക്ടേഴ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോ ഒന്നിൽ കൂടുതൽ കോളംസ് തമ്മിൽ വളരെ മറ്റേ എന്താ പറയാ അവര് തമ്മിൽ ഓർത്തോഗോണാലിറ്റി ഇല്ലെങ്കിൽ അവിടെ ഡബിൾ കൗണ്ടിങ് നടക്കും. അപ്പൊ തിങ്സ് ലൈക്ക് പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ലോജിസ്റ്റിക് റിഗ്രഷനെ കുറിച്ചും ലോഗ് ലീനിയർ മോഡൽസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ചാപ്റ്റർ 9. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്കിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ട് അവിടെ വെച്ച് അവസാനിക്കുകയാണ്. അതായത് ലാസ്റ്റത്തെ ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ആണ്. അത് മോസ്റ്റ്ലി ഇപ്പൊ ക്ലാസിഫിക്കേഷൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ തിങ് ആണോ ഇതാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ മോഡലാണോ മെഷീൻ ലേണിംഗ് മോഡലാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഡിസിഷൻ ട്രീ അത് C4.5 എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉണ്ടായ സാധനമാണ്. അത് ഇറ്റ് വാസ് ഇൻഡിപെൻഡന്റ്ലി ഇൻവെന്റഡ് ഇൻ മെഷീൻ ലേണിംഗ്. അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഒരു സമ്മറിയാണ്, ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. തേർഡ് പ്രോബബിലിറ്റി ആണ്. ഫോർത്ത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഫിഫ്ത്ത് സിക്സ്ത് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്, എസ്റ്റിമേഷൻ ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. 7th നോൺ പാരാമെട്രിക്സ് ആണ്. പിന്നെ
എയ്ത്ത് എന്താ പറയാ ഈ ടിൽ എയ്ത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നത് മറ്റേ എന്താ പറയാ 1 വേരിയബിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ അസോസിയേഷൻ ഡീൽ ചെയ്യുന്നത് 8ലാണ്, അതായത് റിലേഷൻ ബിറ്റ്വീൻ 2 കണ്ടിന്യൂസ് വേരിയബിൾ. 9th അത് മൾട്ടിപ്പിൾ, അതായത് y is equal to f of x1 x2 x3 അങ്ങനത്തെ ഫംഗ്ഷൻ ഓഫ് മെനി വേരിയബിൾസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 10ാമത്തത് ക്ലാസിഫിക്കേഷൻ ആണ്. ഇപ്പൊ നൈവ് ബേസ് എന്താണ്? നൈവ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉപയോഗിക്കും. അവിടെ വേരിയബിൾസ് തമ്മിൽ ഇന്റർഡിപെൻഡൻസ് ഇല്ല എന്നാണ് അവിടെ അസ്യൂം ചെയ്യണത്, ഇൻഡിപെൻഡന്റ് ആണെന്നുള്ള അസ്യൂം ചെയ്യേണ്ടത്. പിന്നെ ലോജിസ്റ്റിക് റിഗ്രഷൻ, ഈവൻ ദോ അതൊരു റിഗ്രഷന്റെ പാർട്ടായിട്ട് തോന്നുമെങ്കിലും അതൊരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ആണ്. അതായത് ഡിവൈഡ്സ് ദി ഡാറ്റ പോയിന്റ്സ് ഇൻ ടു 2 ക്ലാസ്സസ്. അത് എന്താ പറയാ, അത് ലോജിക് കർവ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ക്ലാസിഫിക്കേഷൻ ട്രീ, ഇപ്പൊ ക്ലാസിഫിക്കേഷൻ റിഗ്രഷൻ ട്രീ എന്ന് പറയുന്നത് കാർട്ട്, അത് ഒരുതരം ഡിസിഷൻ ട്രീ ആണ്. അതായത് ക്ലാസിക്കൽ ഡിസിഷൻ ട്രീ ആൽഫ ന്യൂമറിക്കില് മാത്രമാണ് ഈ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ചില വാല്യൂസ് എന്താ പറയാ ന്യൂമറിക്ക് വരികയാണെങ്കിൽ അതിനെ ക്ലാസിഫിക്കേഷൻ റിഗ്രഷൻ ട്രീ അഥവാ കാർട്ട് ഉപയോഗിക്കണം. പിന്നെ റാൻഡം ഫോറസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് റാദർ ദാൻ യൂസിങ് വൺ ഡിസിഷൻ ട്രീ we will have several decision tree based on things like boosting, പിന്നെ ഈ ബാഗിങ് അല്ലെങ്കിൽ സ്റ്റാക്കിങ്. ഓക്കെ, അപ്പോ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ട് സ്ട്രാപ്പ് അഗ്രഗേഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ബാഗിങ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ നിങ്ങൾക്ക് ചിലതിപ്പോ എന്താ പറയാ സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് വെച്ചിട്ടായിരിക്കും ഇത് പറയുന്നത്. അപ്പൊ ബൂസ്റ്റിംഗ്, ബാഗിങ്, സ്റ്റാക്കിങ് എന്താന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. പിന്നെ കെ മീൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. സപ്പോർട്ട് വെക്ടർ മെഷീൻ, അതായത് ഇപ്പൊ ന്യൂറൽ നെറ്റ്വർക്ക് പോപ്പുലർ ആവണേക്കാൾ മുമ്പ് കേർണൽ മെത്തേഡ്സ് എന്ന് പറയും. അത് SVM ആയിരുന്നു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കാര്യം. അത് ബേസിക് ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലോവർ ഡയമെൻഷനിൽ നോൺ ലീനിയർ ആയിട്ടുള്ള പല സാധനങ്ങളും ഹയർ ഡയമെൻഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലീനിയർ സെപ്പറബിലിറ്റി പറ്റും. അപ്പൊ അങ്ങനത്തെ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ libSVM വെച്ചിട്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് വെച്ചാല് ഈ എൻസംബിൾ അപ്രോച്ചസ്, അതായത് മോഡൽസ് തമ്മിൽ എൻസംബിൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഈ എന്താ പറയാ വേരിയബിൾസ് എങ്ങനെ കമ്പൈൻ ചെയ്യാം. അപ്പൊ ഇതാണ് ക്ലാസിഫിക്കേഷന്റെ പാർട്ട്. അപ്പോൾ ഇതൊരു എന്താ പറയാ ഇതിന്റെ കണ്ടന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സ്ലൈഡ്സ് ഉണ്ടാക്കി ഓരോന്ന് കാണിക്കേണ്ട ബുക്കാണ്. അതായത് ഇറ്റ് ഇസ് വെൽ റിട്ടൺ. അപ്പൊ ഇത് യൂണിവേഴ്സിറ്റി ഓഫ് എസെക്സിലെ 2 പ്രൊഫസേഴ്സ് എഴുതിയ. അപ്പൊ ഞാൻ ഈ ഇദ്ദേഹത്തെയൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്, എന്റെ വൈഫ് കാണിച്ചു തന്നുണ്ട്. അപ്പോൾ ഈസ് വെൽ റിഗാർഡഡ് ദർ. പക്ഷെ ഈ ബുക്കും എനിക്ക് വേണേ ഇഫ് യു വാണ്ട് ടു ഡു എന്താ പറയാ നോട്ട് ഓൺലി മെഷീൻ ലേണിംഗ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റീസണിങ്ങിനെ കുറിച്ച് എനിക്ക് വേണേ ഇത്രയും നല്ലൊരു പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആകെ എന്താ പറയാ 141 പേജുള്ളൂ ഈ ബുക്കിന്. അതായത് ഇതിന്റെ ഈവൻ ദോ എനിക്ക് വേണേ അറ്റ്ലീസ്റ്റ് ഒരു ഇന്റലിജന്റ് റീസണിങ് അബൌട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, ഡാറ്റ, മെഷീൻ ലേണിംഗ് ഒക്കെ നടത്താൻ ഈ ബുക്ക് വളരെ സഹായിക്കും. അപ്പൊ ഈ ബുക്ക് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു 100 പേജ് മെഷീൻ ലേണിംഗ് ബുക്കിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഈക്വലന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോ മേ ബി ഈ ഓതേഴ്സിന് ചെറുതായിട്ട് ആ ബുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണം. കാരണം ഈ ബുക്ക് 2023 ഇത് ചെയ്തത്. ഇപ്പൊ ഗ്രഹാം അപ്ടൺ, ഫോർമർ പ്രൊഫസർ ഓഫ് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, യൂണിവേഴ്സിറ്റി ഓഫ് എസെക്സ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, ഡാൻ ബ്രൗണിനെ കണ്ടിട്ടില്ല. ലെക്ചറർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസ്, യൂണിവേഴ്സിറ്റി ഓഫ് എസെക്സ്. അപ്പൊ ഈ ഡാറ്റ സയൻസിന്റെ കോഴ്സ് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് യൂണിവേഴ്സിറ്റി ഓഫ് എസെക്സ് കോൾച്ചസ്റ്റർ ക്യാമ്പസിൽ നടത്തിയിരുന്നത്. അപ്പോ വരും ദിവസങ്ങളിൽ ഞാൻ ഈ ബുക്ക് വായിക്കുന്നതായിരിക്കും. ഐ എം ഹൈലി റെക്കമെൻഡിങ് ഇറ്റ് ടു യു ഗൈസ്. പിന്നെ ഇന്ത്യൻ എഡിഷൻ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പോ until next time, okay, with another book or okay this book in ഏതെങ്കിലും ചാപ്റ്ററോ നമുക്ക് വേണമെങ്കിൽ റിവ്യൂ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. അപ്പൊ ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്.